പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്തേ. സർവേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്മയുണ്ടായി, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറി എല്ലാവരും മുമ്പോട്ട് പോട്ടെ എന്ന്, മുമ്പോട്ട് ജീവിച്ചു പോകണമെന്നുള്ള പ്രാർത്ഥന എനിക്കുണ്ട്. ഞാൻ കുറച്ച് നാളായിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നു. കാരണം ഞാൻ പല സഹോദരങ്ങളുടെ വടക്കൻ നാടുകളിൽ അവരെന്നെ വിളിച്ചിട്ട് അവരുടെയൊക്കെ വീടുകൾ സന്ദർശിക്കാൻ, അവരുടെ വീടുകളിൽ ഓരോ ചെറിയ പൂജകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ചെറുതല്ല, ഓരോ പൂജകളും അവർ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ അവരെല്ലാം തകർന്നു കിടന്ന കുടുംബങ്ങളാണ്. ഒരു ഗതിയും രക്ഷയില്ലാണ്ട് അവർ ഒരു പൈസ മുടക്കാതെ, അവർ എന്ന് പറഞ്ഞാൽ പൈസ മുടക്കാതെന്നല്ല, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള, അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അവർ തന്നെ സ്വന്തമായിട്ട് അവരെ കൊണ്ട് ജയിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന കുടുംബങ്ങളാണ്. അങ്ങനെ വന്നപ്പോൾ അവർക്ക് അതിൻ്റെ പ്രത്യേക പൂജ ചെയ്യണമെന്ന് അവരെല്ലാവരും ആഗ്രഹിച്ച് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാവരും വ്യക്തിപരമായ പൂജകളും കാര്യങ്ങളും എല്ലായിടത്തും ചെയ്തു. എല്ലാവർക്കും സന്തോഷത്തോടെ പോകുന്നു എന്ന് ഞാൻ സർവീസിൽ വിശ്വസിക്കുന്നുണ്ട്. അവരെന്നോട് ഓരോ ദിവസവും ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്. ഞങ്ങൾ കുടുംബങ്ങളുടെ എല്ലാം ഞാൻ വിശ്വസിക്കുന്ന എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഒരു കുടുംബം തന്നെയുണ്ട്, ഒരു കുടുംബ ഗ്രൂപ്പുണ്ട് നമുക്ക്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് പോകുന്നു. ഇനിയും വിസിറ്റിങ്ങിന് അടുത്ത മാസം ഡിസംബറിൽ പോകുന്നുണ്ട്. എന്തായാലും അത് നമ്മുടെ വിഷയമല്ല. ഞാൻ പ്രത്യേകം അറിയിക്കുന്നത്, ആരാണ് നമ്മുടെ ശത്രു, അതാണ് നമ്മുടെ വിഷയം. ആരാണ് നമ്മുടെ ശത്രു? പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നുണ്ട്, നമ്മുടെ ശത്രു ആരാണ്? എല്ലാവരും ഓർക്കുന്നത് എന്താണെന്നറിയോ? അയൽവക്കത്ത് കിടക്കുന്നവർ, ഇല്ലെങ്കിൽ കൂട്ടുകാർ. അത് വേറൊരു വിഭാഗം ശത്രുക്കളാണ്. അത് ശത്രു മനോഭാവത്തിലുള്ളതാണ്, അത് വേറെ വകുപ്പാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു ആരാ? ആ ശത്രുവിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മുടെ ശത്രു നമ്മളെ രക്ഷപ്പെടാതെ, നമ്മളെ മുമ്പോട്ട് പോകാൻ പറ്റാതെ നമ്മളെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുന്ന ശത്രു എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ആ ശത്രുവിനെ എങ്ങനെ ഇല്ലാതാക്കാം? അപ്പോൾ അതേതാണ് ശത്രു? നമ്മളിൽ അടങ്ങുന്ന നമ്മുടെ ശത്രു നമ്മൾ തന്നെ എന്ന് പറയുമ്പോൾ അതെന്താണ് അങ്ങനെ പറയുന്നത്? പലർക്കും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും മനസ്സിലാക്കി തരാം, അതിൻ്റെ വഴിയുണ്ട്. ആ ശത്രുവിനെ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റിത്തരാം. മാറ്റിത്തന്നു കഴിയുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. ജന്മദോഷം, കർമ്മദോഷം, നാളദോഷം, ജനനദോഷം, നവഗ്രഹദോഷങ്ങൾ, അഷ്ടദിക്ക് ദോഷങ്ങൾ ഒക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ആ ദോഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നിങ്ങൾ രക്ഷപ്പെടാനായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാതെ നിങ്ങൾക്ക് നിൽക്കുന്ന ശത്രു നിങ്ങൾ തന്നെയാണ്. അല്ലെ, നമുക്ക് രക്ഷപ്പെടാൻ പറ്റാതെ നിൽക്കുന്ന ശത്രു നമ്മൾ തന്നെയാണ്. ആ നമ്മളിലെ ശത്രുവിനെ നമ്മൾ എന്ത് ചെയ്യണം? തീർത്ത് കളയണം. വേണ്ടേ? ഉറപ്പായിട്ടും. ഒരു അമ്പലത്തിൽ പോയി ഒരു ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിക്കുക എന്ന് പറഞ്ഞാൽ, ആ പുഷ്പാഞ്ജലി കഴിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ശത്രുസംഹാര പൂജ, ഒരു ആൾക്കാരെ ഒന്ന് ആവേശത്തോടെ പറയും, ഒരു ശത്രുസംഹാര പൂജ വേണം, ഒരു ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിക്കണം. എന്തിനു വേണ്ടിയാ? അയൽവക്കത്ത് കിടക്കുന്ന ശത്രുക്കൾ മുടിഞ്ഞു പോകാൻ വേണ്ടി. ഇതാണ് ധാരണ. ഇല്ലെങ്കിൽ എൻ്റെ ശത്രു തീർന്നു പോകണം. ഒരിക്കലുമല്ല. ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ അത് ഭദ്രകാളി അമ്മയുടെ പേരിലാണ്, ആ അമ്മയാണ് അത് അനുഗ്രഹിച്ച് തരുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിന് എന്താണ് ചെയ്യുന്നത്? ആ ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിക്കുമ്പോഴത്തേനും നമ്മളൊരു കാര്യം ഓർക്കണം. നമ്മളിലെ ശത്രുവിനെയാണ് നമ്മൾ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിക്കുന്നത്, അല്ലെ ശത്രുസംഹാര പൂജ കഴിക്കുന്നത്. നമ്മളിലെ ശത്രുവിനെ നമ്മൾ ഇല്ലാതാക്കിയിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന് നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കി പോസിറ്റീവ് എനർജിയായി നമ്മൾ മുമ്പോട്ട് ജീവിച്ച് നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഒരു നിസ്സാര കാര്യമാണ്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി വീണ്ടും അടുത്ത കാര്യം എൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്. ആ ശത്രുവിനെ എങ്ങനെ മനസ്സിലാക്കണമെന്നും അതിന് ഓരോ വഴികളുണ്ട്. ആ വഴികൾ പറഞ്ഞു തന്ന് ആ രീതിയിൽ നമ്മുടെ ശത്രുക്കളെ, നമ്മളിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ശത്രുവിനെ ഇല്ലാതാക്കി ആ നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാക്കി പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു നമ്മൾ രക്ഷപ്പെടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. ഏറ്റവും മരുന്നിനെക്കാട്ടിലും മറ്റുള്ള കാര്യങ്ങളെക്കാട്ടിലും ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യമാണ്. അല്ലാതെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഹോമങ്ങളോ പൂജകളോ വിധികളോ ഒക്കെ ചെയ്യുന്നതിൽ ഏറ്റവും ഒരു ചെറിയ രീതിയിലുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് നമ്മുടെ ഒരു കാര്യത്തിൻ്റെ ഒരു ചെറിയ വിഷയം മാത്രമേ ഉള്ളൂ. വീണ്ടും തുടർന്ന് ഞാൻ നിങ്ങളെല്ലാവർക്കും ഇതുപോലെ കാര്യമായ മെസ്സേജുകൾ അയക്കും. ഇതിൻ്റെ യാഥാർത്ഥ്യ വശങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് ഓരോരുത്തരും സീറോയിൽ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് എല്ലാവരും പച്ചപിടിച്ച് രക്ഷപ്പെട്ട് വന്നുകൊണ്ടിരുന്ന. അപ്പോൾ നെഗറ്റീവ് എനർജിയിൽ നിന്ന് അവരെ പൂർണ്ണമായിട്ട് മാറ്റി പോസിറ്റീവ് എനർജിയിലേക്ക് അവർ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുന്നത്. എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. ഓക്കെ.